ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ളതാണ്. ഇത്തവണ കലാവിദ്യാഭ്യാസത്തിന് പ്രാക്ടിക്കൽ എക്സാം കൂടി ഉണ്ട്. ഓരോ പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. ഉദാഹരണമായി ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ഇംപ്രഷനിസം, പോയിന്റിലിസം എന്നീ പദങ്ങളൊക്കെ പേജ് നമ്പർ 17 ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. കൂട്ടുകാർക്കറിയാമല്ലോ, 19ാം നൂറ്റാണ്ടിൽ പാരീസ് ആസ്ഥാനമാക്കിയ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കലാപ്രസ്ഥാനമാണല്ലോ ഇംപ്രഷനിസം. ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് വന്നത് ക്ലോദ് മോനയുടെ ഇംപ്രഷൻ സൺറൈസ് എന്ന ചിത്രത്തിൽ നിന്നാണ്. ആ ചിത്രവും അവിടെ കൂട്ടുകാർക്ക് കാണാൻ കഴിയും പേജ് നമ്പർ 17. അതായത് ഭൂപ്രകൃതിയും സമകാലിക ജീവിതവും നിരീക്ഷിച്ച് വരയ്ക്കുന്നതിൽ ഇംപ്രഷനിസ്റ്റുകൾ താല്പര്യം കാണിക്കുകയും സൂര്യപ്രകാശം വസ്തുക്കളിൽ വരുത്തുന്ന വെളിച്ചം അഥവാ നിഴൽ വിന്യാസങ്ങൾ, നിറവിന്യാസങ്ങൾ തുടങ്ങിയവ തീക്ഷ്ണമായ ചായത്തേപ്പുകളാൽ ആവിഷ്കരിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗമായി തന്നെയാണ് പോയിന്റിലിസം ആർട്ട് കാണപ്പെട്ടത്. അതായത് ജോർജ് സുറയും പോൾ സിഗ്നാക്കും ചേർന്ന് വികസിപ്പിച്ചെടുത്ത രചനാശൈലിയാണ് പോയിന്റിലിസം എന്ന് കൂട്ടുകാർ പഠിച്ചല്ലോ. അപ്പോൾ ക്യാൻവാസിൽ നിറങ്ങളുടെ ചെറുതും വലുതുമായ ബ്രഷ് സ്ട്രോക്കുകളും കുത്തുകളും അടുത്തടുത്തായി തേച്ചു വെച്ചുകൊണ്ട് ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നതാണ് പോയിന്റിലിസം. അപ്പോൾ നമുക്ക് പോയിന്റിലിസവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: ഇംപ്രഷനിസം, പോയിന്റിലിസം എന്നീ കലാപ്രസ്ഥാനങ്ങളുടെ ശൈലിയിൽ ഒരു ചിത്രം വരച്ച് നിറം നൽകി പൂർത്തീകരിച്ച് കാണിക്കുക. ഇതിൻ്റെ സ്കോർ എന്ന് പറയുന്നത്, അതായത് ദൃശ്യഭംഗി ഉണ്ടായിരിക്കണം ചിത്രത്തിന്, നിറവിന്യാസം, അതുപോലെ അതിൻ്റെ പൂർണ്ണത, അതിൻ്റെ ആശയ വ്യക്തത, ഇതൊക്കെ നോക്കിയാണ് 25 പോയിൻ്റ് നൽകുക. വിലയിരുത്തൽ പ്രക്രിയയിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് പ്രായോഗിക വിലയിരുത്തലെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ ഫലപ്രദമായ രീതിയിൽ തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ്. അതിൽ സവിശേഷ പരിമിതരായ കുട്ടികളെ കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. 1 മണിക്കൂർ സമയമാണ് കൂട്ടുകാർക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ ചിത്രം പൂർത്തിയാക്കണം. ആർട്ട് എഡ്യൂക്കേഷനിൽ ഉള്ള ഒരു പ്രത്യേക ചിത്രരചന സാങ്കേതിക വിദ്യയാണ് പോയിന്റിലിസം എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. അപ്പോൾ അതിനെ വികസിപ്പിച്ചെടുത്ത ആളുകളെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചെറിയ ചെറിയ കുത്തുകൾ, ഡോട്ട്സ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്ന ചിത്രരചനാ രീതിയാണ് പോയിന്റിലിസം. ഇപ്പോൾ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തരമൊരു ചിത്രം തയ്യാറാക്കാൻ വേണ്ടിയാണ്. ഉദാഹരണമായി ഒരു പൂവിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ബ്രഷ് കൊണ്ട് അതിൽ നിറം നിറയ്ക്കുന്നതിന് പകരം പല നിറങ്ങളിലുള്ള ചെറിയ കുത്തുകൾ അടുത്തടുത്തായി ഇട്ടുകൊടുക്കണം. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ആ ചിത്രം കുത്തുകൾ ചേർന്നൊരു മനോഹരമായ ചിത്രം പോലെ തോന്നിക്കുകയും വേണം. എന്താണ് ഈ ചിത്രരചനാ രീതിയിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ശേഷികളെന്ന് നോക്കാം. ഇതിൻ്റെ ഉപയോഗം കുട്ടികളിൽ ചിത്രരചനാ കഴിവ് വികസിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിറങ്ങളെക്കുറിച്ചുള്ള അറിവ് കുട്ടികൾക്ക് വർദ്ധിക്കുന്നു. ക്ഷമയും ഏകാഗ്രതയും വളർത്തുന്നു. ചെറിയ കുത്തുകളിലൂടെ വ്യത്യസ്ത ആകൃതികളും ചിത്രങ്ങളും ഉണ്ടാക്കാനും അവർക്ക് കഴിയുന്നു. എൻ്റെ 7ാം ക്ലാസ് കുട്ടികൾ വരച്ചിട്ടുള്ള പോയിന്റിലിസ്റ്റിക് ആർട്ടാണ് ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. അവർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങളും ആശയങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന കുറേ ചിത്രങ്ങൾ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായിട്ട് തന്നെ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ 2 ക്ലാസ്സിലാണ് ഞാനിത് ചെയ്യിച്ചത്. ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷയിൽ എല്ലാ കുട്ടികൾക്കും അവസരം ലഭിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം. അതിൽ പല വിഭാഗത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അവസരം അവിടെ ലഭിച്ചു. അവരുടെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് സർഗവാസനകളെ ഉണർത്താൻ ഈ ഒരു പോയിന്റിലിസ്റ്റിക് ആർട്ട് കൊണ്ട് സാധിക്കുകയും ചെയ്തു. ഇനി ഞാൻ ഇവരുടെ
ചിത്രങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം കൂടി ഈ വീഡിയോനൊപ്പം നൽകാം. അതും കൂടി കേൾക്കുമല്ലോ. ഈ ഒരു ആർട്ട് അവർ പുതിയതായിട്ടാണ് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു കൗതുകമായിരുന്നു. എന്താണെന്നറിയില്ലായിരുന്നു. വരച്ചു വന്നപ്പോൾ നല്ല സന്തോഷവും. നീല നിറത്തിലുള്ള റോഡും മഞ്ഞ നിറത്തിലുള്ള വയലും പച്ച നിറത്തിലുള്ള കുന്നും, നല്ല മനോഹരമായ നീലപ്പൂവും ചെറിയ ഇലകളും അതിൻ്റെ കതിർക്കുലയും. പൂമ്പാറ്റയാണ് നിറച്ചുള്ളത്. വയലും മരവും തെളിഞ്ഞ അന്തരീക്ഷവും, മരവും മഞ്ഞപ്പൂക്കളും. വീടാണ്. വീടിനരികത്ത് തന്നെ മരങ്ങളും മലയും കുന്നും ഒക്കെയുള്ള പ്രകൃതി രമണീയ ചിത്രം. ഒരു ഡാൻസറാണിത്, പാവാടക്കാരി. ഓട്ടംതുള്ളലിനെ വരച്ചു വെച്ചിരിക്കുകയാണ് മനോഹരമായിട്ട്. ചെറിപ്പഴങ്ങൾ ഇതാ ഇലയോടുകൂടി പറിച്ചെടുത്ത് കഴിക്കാൻ തോന്നുന്ന വിധത്തിൽ. ഇതും വയലാണ്, മലയാണ്, സൂര്യനാണ്, വീടാണ്. ആഹാ, നല്ല ഒരു ബാസ്ക്കറ്റാണ്. അതിൽ നിറച്ച് ഫ്രൂട്ട്സ്, തെങ്ങും വീടും. അതുപോലെ തന്നെ വീടിന് ചുറ്റുമുള്ള കാഴ്ചകൾ എന്ത് രസമാണല്ലേ. മുന്തിരിക്കുലയാണ്. ഈ മരവും അതിൻ്റെ താഴെയുള്ള വിശാലമായ പുഴയോരവുമാണ്. ചെറിപ്പഴങ്ങളാണ്, പഴുത്തു പാകമായ ചെറിപ്പഴങ്ങളും മുന്തിരിങ്ങയും. ഇത് അതുപോലെ തന്നെ നിറയെ മുറ്റമുള്ള ഒരു വീട്. പോയിൻ്റിലിസ്റ്റിക് ആർട്ട്. കലാവിദ്യാഭ്യാസത്തിൽ നിന്നും പ്രാക്ടിക്കൽ എക്സാമിനായിട്ട് മറ്റ് പാഠങ്ങളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും. സിനിമ തയ്യാറാക്കാൻ, നാടകം തയ്യാറാക്കാൻ, അതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ എഴുതാൻ, ഫ്രെയിമുകൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ലോക സംഗീത ദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള ആ ഭാഗത്തു നിന്നും കരോക്കെ വെച്ച് പാട്ടുകൾ പാടി അവതരിപ്പിക്കാനും പ്രാക്ടിക്കൽ എക്സാമിന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ കൂട്ടുകാർക്കിത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ.